ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങുകയാണ്. രാവിലെ മീൻസ് ഒരു 10 മണിയായി. ഇനി പോകുന്നത് ഒരു 11:30-12 മണിക്ക് എത്തേണ്ട ഒരു സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം പരിസര പ്രദേശങ്ങൾ കുറച്ച് മാറിയുള്ള സ്ഥലം, ഒരു 25-30 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടി ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. നാടൻ കടകൾ, അതൊക്കെയാണ് താല്പര്യം ഇപ്പോഴത്തെ. കുറച്ചൊരു ഗ്യാപ്പ് അങ്ങനെ വേണ്ടേ? അപ്പോൾ എപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സമയം ഉണ്ടാകും. പോയാലോ? ഓക്കെ. അങ്ങനെ ഹോട്ടൽ ഷാജിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടേക്കാണ് വന്നത്. ഇത് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ്. ഒരു 11:30 മണിക്കകത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ. ദിസ് ഇസ് ദ ഓണർ അല്ലേ? പേര് തൽഹത്ത്. ഇദ്ദേഹത്തിൻ്റെയാണ്. ഇത് എത്ര വർഷമായിട്ടുണ്ട്? 66 വർഷം. അപ്പോൾ അച്ഛൻ്റെ കാലം? അച്ഛൻ്റെ അച്ഛൻ. ഓ, 3rd ജനറേഷൻ. ഓക്കെ ഓക്കെ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ് അല്ലേ? ഓ, ജസ്റ്റ് ഓപ്പോസിറ്റ്. കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. 66 വർഷം പഴക്കം. ഓക്കെ, തിരക്കായിട്ടില്ല. അതിന് മുന്നേ ഞാൻ എത്തി. ഇനിയിപ്പോൾ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട്. ഓ, വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ ഓണറോട് തന്നെ ചോദിക്കാം. ഞാൻ കേട്ടറിഞ്ഞാണ് വരുന്നത്. ഇത്രയും കുറച്ച് നല്ല സംഭവമാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങും. ഓക്കെ. അത് മാത്രമേ ഉണ്ടാവുള്ളൂ? അങ്ങനത്തെ അല്ല. ഓക്കെ. ഓൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. ഓക്കെ. ഓക്കെ. അതൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് എപ്പോൾ തുടങ്ങുന്നത്? ഇപ്പൊ ഏകദേശം ഇപ്പൊ റെഡി ആണ്. 11:30 കഴിഞ്ഞു. ഇത് മീൽസ് ഫിഷ് കറി മീൽസ്, ഫിഷ് ഫ്രൈ ഉണ്ടാവും. സ്പെഷ്യൽ ഫിഷ് കറി മീൻസ് പുളിയിട്ട കറിയാണ്. അത് സ്പെഷ്യലാണ്. ഓക്കെ. പിന്നെ പോത്ത് ഫ്രൈ ആണ് മെയിൻ. പോത്ത് ഫ്രൈ ആണ് ഇവിടെ വലിയ ഫേമസ്. ഓക്കെ. ഞാൻ പോത്ത് കഴിക്കില്ല, ബീഫൊന്നും കഴിക്കില്ല. തലേ ദിവസം ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസം. ഓ, അപ്പൊ നല്ല വറണ്ട് അല്ലേ? എന്തായാലും അത് കാണാം നമുക്ക്. ഓക്കെ. പോത്ത് ഫ്രൈ വളരെ സ്പെഷ്യലാണ് ഇവരുടെ തലേ ദിവസത്തെ. പിന്നെ വൈകുന്നേരം രാത്രിത്തെ. ഇതെത്ര മണി വരെ? അപ്പോൾ രാത്രി 9:30 വരെ ഉണ്ട്. 66 വർഷമായി. അച്ഛൻ്റെ അച്ഛൻ തുടങ്ങിയ സ്ഥാപനം അങ്ങനെ കൊണ്ടുപോകുന്നു. ഓക്കെ. ഈ കടയുടെ പേരിലാണോ? നടയറാന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്? അല്ല, നടയറാണ് നമ്മളെ സ്ഥലം. ഓക്കെ. ഓ, അങ്ങനെ അപ്പൂപ്പന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നടയറയുടെ കട എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ സ്ഥലം. ഓക്കെ. നടയറയുടെ കട അല്ലേ? അതിനെല്ലാം എല്ലാവർക്കും അറിയുന്നത്. ഓക്കെ. 1959 ഓൺവേർഡ്സ് ഉള്ള ഷോപ്പാണ്. നല്ല അഭിപ്രായം കിട്ടും. അതാണ് ഞാൻ ഇവിടെ വരെ വന്നത്. അപ്പം മീൽസ് കഴിക്കാം. സ്വാദിഷ്ടമായ മീൽസ് കഴിക്കാൻ പോകാം. കപ്പ ഉണ്ടാവും, പിന്നെ ഒരു തോരൻ. ഇന്ന് സ്പെഷ്യൽ. ഒരു ദിവസം മാറി മാറി ആയിരിക്കുമല്ലോ. അവിയല് മാറ്റി. ഇന്നിപ്പോ കിച്ചടി ഉണ്ട് അല്ലേ? ബീട്രൂട്ട് കിച്ചടി, അച്ചാറ് നെല്ലിക്കയാണോ? ജാമ്പയ്ക്ക. ഓ, മാറി മാറി വരും. ഓക്കെ. പിന്നെ തോരൻ, കപ്പ, അരിച്ചിനി, ഒഴിക്കാനായിട്ട് സാമ്പാർ, പരിപ്പ്, മോര്. 3 കാര്യങ്ങൾ. അതും ഇങ്ങനെ മാറ്റം ഉണ്ടാവോ? അതേ എല്ലാ ദിവസവും? രസം കാണും, പുളിശ്ശേരി കാണും, സാമ്പാറും പരിപ്പും എന്നാലും കാണും. മനസ്സിലായി. ഇന്നിനി ഫിഷ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വേറെ വേറെ മീനാണ്. ഇതിന്റെ കൂടെ ഒരു മീൻ ഉണ്ടാവും. ഫിഷ് അത് എത്ര ചാർജ് ചെയ്യുന്നത്? സാധാരണ ഒരു ഫിഷ് കറി ഊണും മീനും കൂടി ചേർത്തിട്ട് 100 രൂപ. അതായത് ഫിഷ് കറി മീൽസ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ്. സ്പെഷ്യൽ കറി ഉണ്ട്. സ്പെഷ്യൽ കറി. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മീൻ. ഇന്ന് എന്തൊക്കെയാണ്? പൊഴിയാള എനിക്ക് ഇഷ്ടമല്ല. മത്തി പുളിയാണ്. പുളിയിട്ട മീനാണ് ഇവിടെ. മത്തിപ്പുളി അത് ആണ് വാങ്ങിക്കുന്നത്. അത് സ്പെഷ്യലായിട്ട് വാങ്ങിക്കണം. ഇത് മത്തിപ്പുളി മുളക്. മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ടാണ് അല്ലേ? ഓക്കെ. കൊഴിയാള ഫ്രൈ. ചെറിയ കൊഴിയാളയാണ് അല്ലേ? ഓക്കെ ഓക്കെ. കൊഴിയാള ഫ്രൈ, പോത്ത് ഫ്രൈ. നല്ല ഡാർക്ക് കളറിലല്ലേ? തലേ ദിവസത്തെ വരട്ടി ഈ കണ്ടീഷനിലാണ്. അടിപൊളി. കഴിക്കുന്നവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. കാണുമ്പോൾ അറിയാമല്ലോ എത്ര ടേസ്റ്റാണത്. സൂപ്പറാണ് കേട്ടോ. കാണുമ്പോഴേ അറിയാം. ഞാൻ കഴിക്കാത്തത് കൊണ്ട് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ. പിന്നെ ഇനി വേറെ സ്പെഷ്യലായിട്ട് ഈ ഫ്രൈ അല്ലാതെ വേറെ ഫ്രൈ ഉണ്ടോ? മത്തി ഫ്രൈ. ഓക്കെ. എനിക്ക് മത്തി ഫ്രൈ. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന മീൻ കറി ഏതാണ്? ഓക്കെ.
അതും കൂടി. അതായത് ഫിഷ് കറി മീൽസ് എന്ന് പറയുമ്പോൾ ഒരു തേങ്ങ അരച്ച മീൻ കറി വിത്ത് ഗ്രേവി ആൻഡ് എല്ലാം കൂടെ 100 rupees. ഇത് സ്പെഷ്യൽ. ഈ സ്പെഷ്യലിനൊക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? അത് 50 രൂപ. 50 രൂപ. ഫ്രൈ ആണെങ്കിലും ഫ്രൈ ആണ് 40 രൂപ. 40 രൂപ. ഓക്കെ. ഇത് ബീഫ് 120 രൂപ. അടിപൊളി. കാണുമ്പോൾ കേട്ടോ. ഇത് സാധാരണ മീൽസിൻ്റെ കൂടെ വരുന്ന ഗ്രേവി തേങ്ങ അരച്ച കറിയാണ്. ഓക്കെ. യെസ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഒഴിച്ചുകറി എല്ലാം ഉണ്ട്. സാമ്പാർ ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല. എന്നാൽ ഇവരുടെ നോർമലായിട്ടുള്ള മീൽസിൻ്റെ കൂടെ വരുന്ന ഗ്രേവി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് തേങ്ങ അരച്ച മീൻ കറി ഗ്രേവിയാണ്. കപ്പ എനിക്ക് വലിയ ഇഷ്ടമാണ് കപ്പ. ഇനി കപ്പയുടെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ അത്തിക്കറി ഒഴിച്ച്. ഓ നൈസ്. ഗുഡ്. നൈസ്. കപ്പയും മീൻ്റെ ഗ്രേവിയും ചോറ് നല്ല കോമ്പിനേഷൻ. നമ്മുടെ ഫ്രൈ ഒരു തനി നാടൻ ഊണാണ്. മത്തി എനിക്കിഷ്ടമാണ്. കൊഴിയാള ചെറുത് കുഴപ്പമില്ല. കൊഴിയാള അത്ര ഫേവറേറ്റ് അല്ല. അതിപ്പോൾ തോരൻ, കിച്ചൻ, ബീറ്റ്റൂട്ട്, കൊള്ളാം. അച്ചാറ്, നെല്ലിക്ക, അടിപൊളി. ഞാൻ മിസ് ഔട്ട് ചെയ്തൊരു കാര്യം, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ബീഫാണ്. ബീഫ് കാണുമ്പോൾ അറിയാം അത് ഗംഭീരമാണ്. അത് കഴിക്കാനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. തലേ ദിവസത്തെ ബീഫ് സിമ്പിൾ മീൻ. ഓക്കെ, വീട്ടിലൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം. അടുത്ത കപ്പ. ഐ ലൈക്ക് ദിസ് കോമ്പിനേഷൻ. കപ്പ, മീൻ, ചോറ്. ഒരു ചിക്കൻ ബിരിയാണി, ഒരു പോത്ത് ബിരിയാണി കൂടി കൊണ്ടുവരും. ഇതെല്ലാം ഞാൻ കഴിക്കാൻ പോകുമെന്ന് വിചാരിക്കരുത്. ഞാനെല്ലാം വാങ്ങി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പാർസലായിട്ട് കൊണ്ടുപോകും. ഓക്കെ, എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ. ഇത് ഇവിടുത്തെ പോത്ത് ബിരിയാണിയും ഫേമസ്. ഇവർ പോത്തിൻ്റെ വരട്ടിയത്, പോത്ത് ഫ്രൈ, അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അതുപോലെ തന്നെ പോത്ത് ബിരിയാണി. ഇവിടുത്തെ കപ്പ ഉടച്ചത് നല്ല ഉടഞ്ഞതാണെങ്കിലും ഇടയ്ക്ക് പീസസും കാണാൻ പറ്റും. എനിക്ക് ഈ ടൈപ്പാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, സേ സംതിങ് ഇങ്ങനെ. ഓക്കെ, നൈസ്. അതാണ് ഇവിടുത്തെ മോര്. ഓക്കെ, അടിപൊളി. അത്യാവശ്യം പുളി, എരിവ് എല്ലാം ഉണ്ട്. ഈ മീനിൻ്റെ ചാറും മോരും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അത്ര പേർക്ക് ഇഷ്ടമാണ്. അത് വേറൊരു ലെവലാണ് ടേസ്റ്റ്. ഇവിടുത്തെ മറ്റു രണ്ട് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, പോത്ത് ബിരിയാണി, സലാഡ്, അച്ചാർ കോമ്പിനേഷൻ. ഇതിൽ നിങ്ങൾ മുട്ട കൊടുക്കില്ല അല്ലേ? അകത്താണോ? ഓ ശരി, മുട്ട അകത്തുണ്ട്. ഒന്ന് ഒരു ചിക്കൻ ബിരിയാണി ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇച്ചിരി അതിനകത്തേക്ക് ഇടാൻ പറ്റും, കാണാൻ വേണ്ടി. ദം മെത്തേഡാണോ എങ്ങനെയാണ്? അല്ല, സെറ്റിംഗ് ആണ്. ഓക്കെ, നല്ല 2 പീസ്. ഓക്കെ, എന്ത് റൈസാണ് ഉപയോഗിക്കുന്നത്? ഇത് എങ്ങനെയാ ചാർജ് ചെയ്യുന്നത് ബിരിയാണിക്ക്? ബഫലോ അല്ല, പോത്ത് 130, ചിക്കൻ 110. കുറവാണല്ലേ? പോത്ത് ബിരിയാണിക്ക് 130, ചിക്കൻ ബിരിയാണിക്ക് 110, അത്രേ ഉള്ളൂ. ഓക്കെ, ഫിഷിൻ്റെ കറിയുടെ കൂടെ മോരും കൂടി ഒഴിക്കും. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. നല്ലൊരു സാറ്റിസ്ഫാക്ടറി മീലിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് കപ്പയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എൻജോയബിൾ ആയിട്ട് തോന്നുന്നു.
അല്പം ബിരിയാണിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ മീൽസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അടിപൊളിയായിട്ട് ടേസ്റ്റ് അറിയാം. അതിൻ്റെ മസാലയും കൂടി ആകുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഒരു ടേസ്റ്റിംഗ് റൗണ്ടാണിത്. വേറെ ബിരിയാണി ടേസ്റ്റിംഗ് കുറച്ചൊരു നാടൻ സ്റ്റൈലിലൊരു ബിരിയാണിയാണ് കേട്ടോ. ഡിഫറെൻ്റാണ്. കിച്ചൺ കിങ് ആണ് അല്ലേ പൈസ? കിച്ചൺ കിങ്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്തു, വയറ് നിറച്ച് കഴിച്ചു, ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും പിള്ളൊക്കെ കൊടുത്ത് പോവാം. അപ്പോൾ താങ്ക് യു. കൊള്ളാം, നല്ല ഫുഡ്. ഓക്കെ, അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുന്നു. ഇത് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഈ സൈഡിൽ കൂടി നമുക്ക് കാണാം, റെയിൽവേ ട്രാക്ക് കാണാം ഓപ്പോസിറ്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട് 1959 ഓൺവേർഡ് സിൻസ് ഹോട്ടൽ ഷാജ് നടയറയുടെ കട എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് അപ്പൂപ്പൻ്റെ സ്ഥലത്തിൻ്റെ പേരാണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ട്രിവാൻഡ്രം സൈഡിലേക്ക് പോകാം. അപ്പോൾ ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് മേനംകുളം ഭാഗത്തെത്തി. സെയിൻറ്റ് ആൻഡ്രൂസ് റോഡാണിത്. അതായത് ഇതുവഴി പോയാൽ തുമ്പ, VSSC ആ ഭാഗത്തേക്കൊക്കെ പോവാം. ഇവിടെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ, ആൻസ് ഹൽവ മേക്കേഴ്സ്. ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ ഹൽവ, വൈറ്റ് ഹൽവയും ഒക്കെ. പ്ലസ് ഇവരൊരു ഗ്രേപ്പ് ജ്യൂസ്, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആൻസ് നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ളത് ഒന്ന് ബട്ടർ ബൺ അല്ലേ, പിന്നെ ഹൽവാസ് വൈറ്റ്. ഏതൊക്കെയാണ്? വൈറ്റും രണ്ടും ഉണ്ട്. ഓക്കെ, ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ? സാൻഡ്വിച്ചസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ബട്ടർ ബണ്ണും തന്നോളൂ. ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ ബട്ടർ ബൺ എന്നാണ് പറയണത്. ഓക്കെ, അടിപൊളി. നല്ല തിരക്കാട്ടോ ഇവിടെ. കുറേ പേര് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ അടുത്തുള്ള സ്ഥിരം വരുന്ന ആൾക്കാരാണ്. നല്ല ഒരു സ്വന്തമാണ്. ഏതൊക്കെയാണ്? ഹൽവ ഭയങ്കര ഫേമസ് ആണ്. കട്ട്ലേറ്റ്, കേക്ക്സ്. സെയിന്റ് ആൻഡ്രൂസ് ഹൽവ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ഓ ശരി, ഓക്കെ. ഞാനും കേട്ടറിഞ്ഞാ വന്നേ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വില? KG 400. ഇത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് തരാമോ? ഇച്ചിരി ടേസ്റ്റ് പറയാനേ. വൈറ്റിനാണോ വില കുറവ്? 480, 520 ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ബട്ടർ ബൺ. ബട്ടർ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞത്. കേക്ക്സ്, മാബിൾ കേക്കാണോ? നോക്കട്ടെ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഓൾ ദിസ് ബേക്കറി സ്റ്റഫ്. കട്ട്ലറ്റ്സ്, റോൾസ്. അവരുടെ സാൻഡ്വിച്ചും ഭയങ്കര ഫേമസ് ആണ്. സെയിൻറ്റ് ആൻഡ്രൂസ് കേക്ക് ഹൽവ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞത്. ഈ പരിസരത്തുള്ളവർ മാത്രമല്ല, പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും. ബാക്കിൽ വീടാണ്, അവിടെയാണ് പ്രൊഡക്ഷൻ. ചൂടായിട്ട്. പിന്നെ ഇവരുടെ ബോൾ ഗ്രേപ്പ് ജ്യൂസ്, അല്ലാത്ത ഗ്രേപ്പ് ജ്യൂസാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഗ്രേപ്പ് ജ്യൂസ് 2 ടൈപ്പാണോ അതേ എല്ലാം ഒന്ന് തന്നെയാണോ? അടിപൊളി ബട്ടർ ബൺ. വീട്ടിലേക്കും കൂടെ വാങ്ങിച്ചിട്ട് പോകാം, മനുക്കുട്ടിക്കും കുടുംബങ്ങൾക്കും എല്ലാം. വീണ്ടും തിരക്ക് കൂടി, ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇത് ഇവരുടെ ബ്ലാക്ക് ഹൽവ, എൻ്റെ ഫേമസ് ഹൽവാസ്. ഞാൻ കട്ട് ചെയ്ത് കാണാൻ വേണ്ടി മേടിച്ചാണ്. ഇതാണ് സെയിൻറ്റ് ആൻഡ്രൂസ് ഹൽവ എന്നറിയപ്പെടുന്ന ഇവരുടെ ഫേമസ് ഹൽവാസ്. വൈറ്റ് ആൻഡ് മിൽക്ക് ഹൽവ. എന്താ ടേസ്റ്റ്. ഇത് പാൽഗോവയൊക്കെ കഴിക്കുന്ന പോലുണ്ട്. ബ്ലാക്ക് നോക്കട്ടെ. അതും ഗംഭീരം. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് വൈറ്റാണ്. അത് മേടിക്കാം. ഓക്കെ, ഇനി ഒരു കട്ട്ലേറ്റ്. ഇത് ബീഫാണോ ചിക്കനാണോ? ചിക്കൻ. ഓക്കെ,
താങ്ക് യു. മധുരത്തിനിടയ്ക്ക് എരിവുകളല്ല. ചിക്കൻ പൊട്ടറ്റോസ് നല്ല നിറച്ച് മീറ്റ് ഉണ്ട്. പൊട്ടറ്റോ ഒക്കെ കുറവാണ്. വെരി നൈസ്. അതും കൊള്ളാം. ആൾക്കാർ വരുന്നു പോകുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രേപ്പ് ജ്യൂസ്. വേറെയൊക്കെ ജ്യൂസ് ഉണ്ടോ? വേറെ കാര്യങ്ങളോ? കസ്റ്റേർഡ് എങ്ങനെയാണ്? ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടോ? ഓക്കെ, ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് കൂടെ തരണേ. ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ട്, അതും ഫേമസ്. ഇത് എത്രയാണ് ചാർജ്? 10 രൂപ. 10 ഉള്ളൂ. 10 rupees ഉള്ളി ഗ്രേപ്പ് ജ്യൂസ്. ഫ്രൂട്ട് കസ്റ്റേർഡ് 25 രൂപ. ഫ്രൂട്ട് കസ്റ്റേർഡ് 10 രൂപ. ഗ്രേപ്പ് ജ്യൂസ്. നൈസ്. അടിപൊളി കേട്ടോ. 10 രൂപയ്ക്ക് സൂപ്പർ ഗ്രേപ്പ് ജ്യൂസ്. സന്തോഷം തോന്നും. ഫ്രൂട്ട് കസ്റ്റേർഡ് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട്സ് വിത്ത് കസ്റ്റേർഡ് പോലെ അങ്ങനെ. ഓ വെരി നൈസ്. സാൻഡ്വിച്ച് വന്നു അല്ലേ? സാൻഡ്വിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ വീട് കേട്ടോ. വീട്ടിലാണ് ഫുൾ പ്രൊഡക്ഷൻ. അതുകൊണ്ട് ഹോട്ടായിട്ട് കൊണ്ടുവരുന്നത്. മകനാണെന്ന് തോന്നുന്നു. ബട്ടർ കേക്കാണ് വേറെ നല്ല കേക്ക്സ്. പിന്നെ ബട്ടർ ബൺ ഒരു എന്താ വില? 12 rupees ഉള്ളൂ ബട്ടർ ബണ്ണിന്. ഒരു 4 ബട്ടർ ബൺ. ചിക്കൻ പപ്സ്. ഓക്കെ, ഇത് കട്ട്ലേറ്റ്, ചിക്കൻ, മീറ്റ് റോള്, ഹണി ബൺ അല്ലേ? ഹണി ബൺ എന്നല്ലേ പറയുന്നത്? ഓക്കെ, ഒരു എല്ലാം കൊണ്ടും സന്തോഷമായി. ഇത് കടയുടെ ശരിക്കും പേര് ആൻസ് ബേക്ക് എന്നാണ്. നിങ്ങളുടെ വീടാണോ ബാക്കില്? പ്രൊഡക്ഷൻ ആണ് അല്ലേ? ഓക്കെ. എത്ര വർഷമായി ഇതുണ്ട് ഇവിടെ? 10 years ആയി. ഇത് ആക്ച്വലി പറഞ്ഞാൽ സെയിന്റ് ആൻഡ്രൂസ് റോഡ്, മേനംകുളം ബെട്രോഡ് പോകുന്ന വഴി. അതായത് ഈ തുമ്പ സെന്റ് സേവിയേഴ്സിന്റെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണോ? സെന്റ് സേവിയേഴ്സ് കഴിഞ്ഞ് വരുന്ന ജംഗ്ഷൻ. സെന്റ് സേവിയേഴ്സ് കോളേജ് കഴിഞ്ഞ്, തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് കഴിഞ്ഞ് വരുന്ന ജംഗ്ഷനാണ് സെയിന്റ് ആൻഡ്രൂസ്. ആൻസ് ബേക്സ് എന്നാണ് ഈ ഷോപ്പിൽ. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഏതാണ് സാധനം സ്ഥിരമായി? ഹൽവ. ഇതാണ് ഇവിടുത്തെ ഫേമസ് സാൻഡ്വിച്ച്. എന്താ പ്രൈസ്? ഇത് 40 rupees. ഓക്കെ, ഇത് ചിക്കനാണോ? വെള്ളി. ഓക്കെ, ചിക്കൻ സാൻഡ്വിച്ച് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഫേമസ് ഹിയർ. ചിക്കൻ മീറ്റ് റോൾസ്. ദിസ് ഇസ് ദ ചിക്കൻ കട്ട്ലേറ്റ് എന്താ ചാർജ് ചെയ്യണേ? 22. ഓക്കെ, ദിസ് ദ ബട്ടർ ബൺ 12 രൂപ അല്ലേ? ബട്ടർ ബൺ. ഇത് ഏതാണ്ട് തീർന്നു. ഹണി ബൺ ലാസ്റ്റ് പീസാണ്. ഞാനതിങ്ങനെ റിസർവിൽ വെച്ചിരിക്കുന്നത്. ഇതും കൂടി എടുക്കാം കേട്ടോ. അങ്ങനെ ആൻസ് ബേക്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആൻസ് ഹൽവ മേക്കേഴ്സ് ഇവരുടെ ഏറ്റവും ഫേമസ് ആണ് ഹൽവ. എനിക്കതിൽ വൈറ്റ് ഹൽവ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബ്ലാക്കും ഭയങ്കര നല്ല കേട്ടോ. ഇത് വീടല്ല കേട്ടോ, അവരുടെ ഫാക്ടറി, അവരുടെ മേക്കിംഗ് പ്ലേസാണ് തൊട്ട് ബാക്കിൽ. അപ്പോൾ ഈ കടയിൽ ഇപ്പം നമ്മൾ കണ്ടത് മകനാണ്. അച്ഛനും അമ്മയും കൂടി 10 വർഷം മുന്നേ തുടങ്ങിയതാണ്. അപ്പോൾ ഏത് സംഭവം ഏത് സ്ഥലത്താണെങ്കിലും ഏറ്റവും നല്ല കാര്യങ്ങൾ കൊടുത്താൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ തേടി വരുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അറിഞ്ഞ് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് ഓക്കെ, ഭയങ്കര ഫേമസ്. ഈ ഏരിയയിലുള്ള എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ പറയുന്നത്. ഇത്ര പേരെ ഞാൻ കണ്ടു എന്ന് പറയാം. ഇവിടെ നല്ല ക്രൗഡാണ്. വന്ന് പോയി ഇരിക്കും, വാങ്ങിച്ചിട്ട് പോവും, അവിടെ നിന്ന് കഴിക്കും. ഭയങ്കര സ്പെഷ്യലാണ്. 10 രൂപയുടെ ഗ്രേപ്പ് ജ്യൂസൊക്കെ ഭയങ്കര എക്സലൻ്റ് ആണ്. ഞാൻ അതേ കുറച്ച് ഹൽവയും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ബട്ടർ ബൺ, എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പര്യടനമൊക്കെ ഏതാണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ലഞ്ചായി, അത് കഴിഞ്ഞ് കുറേ ബേക്കറി ഐറ്റംസായി. എനിക്കെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, എന്തായാലും ഇതൊരു നല്ല പീസ്ഫുൾ റോഡാണ്. ഇത് കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. സെയിൻറ്റ് ആൻഡ്രൂസ് റോഡ്, തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഏരിയ ആണ്. അന്വേഷിച്ചാൽ മതി, ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ